പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ വിമർശനമുയർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വീണ്ടും നേരെ കണ്ണടയ്ക്കുന്നു, നേരെ പഴയ രീതിയിലേക്ക് പോകുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ്. അതായത് പിണറായി സർക്കാർ 10 വർഷം കേരളം ഭരിച്ചിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതായത് സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ പോലും ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സർക്കാരിന്റെ അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും സെക്രട്ടേറിയറ്റിനകത്ത് കയറി ചെല്ലണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്നടക്കം ആരെങ്കിലുമൊക്കെ ശുപാർശ കത്തുണ്ടെങ്കിൽ മാത്രമേ സെക്രട്ടറിയുടെ അകത്തേക്ക് കാല് വെക്കാൻ പോലും പറ്റുകയുള്ളായിരുന്നു. അന്ന് തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ ഉയർത്തിയത്. ഇത് വലിയ രീതിയിൽ അന്ന് മാധ്യമ പ്രവർത്തകർക്കും ഒരു സന്തോഷമുണ്ടായിരുന്നു. കാര്യം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് എന്നൊരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ഒരു സിമ്പതി പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ അഭിനയമായിരുന്നോ വി.ഡി. സതീശൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു സംശയമാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുന്നത്. കാരണം സെക്രട്ടേറിയറ്റിൽ മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതിനെതിരെ എല്ലാം ശബ്ദമുയർത്തിയ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടിയ ഈ മാധ്യമപ്രവർത്തകർക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള ശബ്ദമുയർത്തിയതാണ്. ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ സമയത്ത് മാധ്യമപ്രവർത്തകരെ സെക്രട്ടേറിയറ്റിലേക്ക് കയറ്റണ്ട എന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വകുപ്പുകളിൽ നിന്നും അറിയിപ്പില്ലാതെ അക്രിഡേറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനം ഇല്ല എന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. സന്ദർശക സമയം, അതായത് നേരത്തെ സന്ദർശക സമയം 3 മണി മുതൽ 5 വരെയായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് സന്ദർശക സമയം ഉണ്ടായിരുന്നത്. കൂടാതെ പൊതുജനങ്ങൾക്കും രാവിലെയും ഒരു സമയം ഉണ്ടായിരുന്നു, വൈകുന്നേരവും ഒരു സമയം ഉണ്ടായിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷ രീതിയിൽ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശ കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രിഡേഷനുള്ള മാധ്യമ പ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്നാണ് കണ്ടോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കർശന നിർദ്ദേശം. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് പരിശോധനകൾക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് അക്രിഡേഷൻ കാർഡുകൾ നൽകുന്നത്. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള നിയന്ത്രിത മേഖലകളിൽ സുഗമമായി പ്രവേശിച്ച് വാർത്താ ശേഖരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ കാർഡുകൾ അനുവദിക്കുന്നത്. എന്നാൽ ഈ ഔദ്യോഗിക കാർഡുമായി എത്തുന്നവരെയും സെക്യൂരിറ്റി ജീവനക്കാർ ഗേറ്റിൽ തടയുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ സെക്രട്ടേറിയറ്റിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതേ തുടർന്നാണ് പൊതുജനങ്ങൾക്കുള്ള സന്ദർശന സമയം വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയായി പരിമിതപ്പെടുത്തിയത്. പ്രത്യേക പാസ് എടുത്തോ അല്ലെങ്കിൽ അകത്തുനിന്ന് സെക്യൂരിറ്റി ഗേറ്റിലേക്ക് വരുന്ന ഔദ്യോഗിക ഫോൺ കോൾ വഴിയോ മാത്രമേ ഈ സമയത്ത് ആളുകൾക്ക് അകത്ത് കടക്കാൻ സാധിക്കൂ. പൊതുജനങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഈ സമയക്രമം ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെയും തടയുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഗേറ്റായ നോർത്ത് ഗേറ്റും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. നിരന്തരം രാഷ്ട്രീയ സമരങ്ങൾ നടക്കുന്നതിനാലും ജനങ്ങളുടെ പ്രധാന പ്രവേശന മാർഗമായതിനാലും സമരഗേറ്റ് എന്നാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത്. വി.ഡി. സതീശൻ ഒരു കാര്യം ഓർക്കണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവും എല്ലാവരും നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ആ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർക്ക് പോയിട്ട് CPM-ലെ നേതാക്കന്മാർക്കോ ഏത് പാർട്ടിയിലെ നേതാക്കന്മാർക്കോ പൊതുജനങ്ങൾക്കോ എപ്പോൾ വേണമെങ്കിലും സെക്രട്ടറിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അകത്ത് കയറി വന്ന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞ് പാസ് എടുത്ത് നേരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാമായിരുന്നു. സ്പോട്ടിൽ തന്നെ, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഇൻസ്റ്റന്റ്, നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റന്റ് പാല് എന്നൊക്കെ പറയുന്ന പോലെ സ്പോട്ടിൽ തന്നെ അതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു നടപടി മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശൻ വെറുതെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അഭിനയം കാണിക്കുന്നു, ഓരോ കോക്കാമ്പീച്ചുകൾ കാണിച്ചു കൂട്ടുന്നു, ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോ കോഷ്ടികൾ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ വി.ഡി. സതീശൻ ഇപ്പോൾ കാണിക്കുന്നത്. ഉമ്മൻചാണ്ടി കാണിച്ച ധൈര്യം പോലും വി.ഡി. സതീശൻ കാണിക്കുന്നില്ല. കാരണം അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്ത് സെക്രട്ടേറിയറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വസതി വരെ, ബ്ലോക്ക് വരെ, നോർത്ത് ബ്ലോക്ക് വരെ തുറന്നിട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അത് ഏത് സാധാരണക്കാരനും കയറി വരാം, ഞാനിവിടെ ഇരിക്കുമ്പോൾ കയറി വരാം, അവരുടെ പ്രശ്നങ്ങൾ പറയാം, അതിനുള്ള പരിഹാരം ഞാൻ അപ്പോൾ സ്പോട്ടിൽ തന്നെ ഞാൻ അതിനുള്ളൊരു പരിഹാരം കാണും എന്ന ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും എക്കാലത്തും ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു വികാരം ഇങ്ങനെ കത്തി നിൽക്കുന്നത്. പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വികാരം ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.